ഓഗസ്റ്റ് 1 ഇന്നലെ സുപ്രീം കോടതി വളരെ പ്രധാനപ്പെട്ട ഒരു വിധി പുറപ്പെടുവിക്കുകയുണ്ടായി. പട്ടികജാതി പട്ടികവർഗ സംവരണവുമായി ബന്ധപ്പെട്ടാണ് ആ വിധി വന്നത്. രണ്ട് പ്രധാനപ്പെട്ട നിർദ്ദേശങ്ങളാണ് ഏഴംഗ ബെഞ്ച് മുന്നോട്ട് വെച്ചത്. അതിലൊന്ന്, പട്ടിക വിഭാഗത്തിന് കൊടുക്കുന്ന സംവരണം അതിനകത്തെ എല്ലാ വിഭാഗങ്ങൾക്കും ജാതികൾക്കും ലഭ്യമാകുന്നില്ല. അത് ലഭ്യമാക്കാൻ വേണ്ടി സബ് കാറ്റഗറൈസേഷൻ നടപ്പിലാക്കണം എന്നായി. ഒരു 20 വർഷം മുൻപുണ്ടായ ഒരു കേസിൽ, ആന്ധ്രാപ്രദേശിലുണ്ടായ ഒരു കേസിൽ സബ് കാറ്റഗറൈസേഷൻ ഭരണഘടനാ വിരുദ്ധമാണ് എന്നൊരു വിധി 20 വർഷം മുമ്പ് നിലവിലുണ്ട്. ആ വിധി തെറ്റാണെന്നും ആ വിധിയെ മറികടന്നുകൊണ്ട് സബ് കാറ്റഗറൈസേഷൻ നടത്തുവാനുള്ള അവകാശം സ്റ്റേറ്റിനുണ്ട് എന്നാണ് ഈ വിധി പ്രഖ്യാപിച്ചിട്ടുള്ളത്. രണ്ടാമതൊരു കാര്യം, ഈ സംവരണം എല്ലാ വിഭാഗങ്ങൾക്കും ലഭ്യമാകണമെങ്കിൽ പട്ടിക വിഭാഗത്തിലെ ക്രീമി ലെയറിനെ കണ്ടെത്തി അവരെ സംവരണ ആനുകൂല്യത്തിൽ നിന്നും ഒഴിവാക്കേണ്ടതുണ്ട് എന്നതാണ് രണ്ടാമത്തെ നിർദ്ദേശമായി വന്നിട്ടുള്ളത്. വളരെ അവ്യക്തമായ വിധിയാണ് യഥാർത്ഥത്തിൽ ഇപ്പോൾ പുറത്തു വന്നിട്ടുള്ളത്. ഇതുമായി ബന്ധപ്പെട്ട് സ്റ്റേറ്റ് ഗവൺമെൻറ് വസ്തുതാപരമായ കണക്കുകളെടുത്ത് ഒരു നിയമനിർമ്മാണം നടത്തി വേണം ഈ കാര്യം ഇംപ്ലിമെൻ്റ് ചെയ്യുവാൻ. ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം, ഈ ക്രീമി ലെയർ നടപ്പിലാക്കിക്കൊണ്ട് മാത്രമേ നീതി വിതരണം ചെയ്യാൻ കഴിയൂ എന്നത് ശുദ്ധമായ ഒരു സാമ്പത്തിക സംവരണ വാദമാണ്. യഥാർത്ഥത്തിൽ പട്ടിക വിഭാഗത്തിലെ സാധാരണക്കാർക്ക് കിട്ടണമെന്നിവർ വാശി പിടിക്കുന്ന സംവരണം എല്ലാ വിഭാഗങ്ങൾക്കും കിട്ടണമെങ്കിൽ ഗവൺമെൻറ് ചെയ്യേണ്ട ഒരു കാര്യം, പട്ടിക വിഭാഗത്തിൻ്റെ സംവരണം കിട്ടാതെ പോയ വിഭാഗങ്ങളെ നിർണ്ണയിക്കുകയും അവർക്ക് പ്രയോറിറ്റി കൊടുക്കുകയുമാണ് യഥാർത്ഥത്തിൽ ചെയ്യേണ്ടത്. അത് സാധ്യവുമാണ്. ഏതെങ്കിലും വിഭാഗത്തിന് കിട്ടാതെ പോയിട്ടുണ്ടെങ്കിൽ അടുത്ത അപ്പോയിൻമെൻ്റ് ആ വിഭാഗത്തിൽ നിന്നായിരിക്കും എന്നുറപ്പിക്കുക എന്നതാണ് ചെയ്യുന്നത്. അതല്ലാതെ പട്ടിക വിഭാഗത്തിനിടയിൽ ഇനിയും 3ഉം 4ഉം കാറ്റഗറികൾ തിരിച്ചുകൊണ്ട് ഈ പ്രശ്നത്തിന് ശാശ്വതമായ പരിഹാരമുണ്ടാക്കാമെന്ന് പറയുന്നത് പ്രായോഗികമായി ശരിയല്ല. അതുകൊണ്ട് ഞാൻ പറയുന്ന ഈ വിധി പഠിച്ചുകൊണ്ടിരിക്കുന്നതേ ഉള്ളൂ. എങ്കിൽ രണ്ട് കാര്യങ്ങൾ ഒബ്ജക്റ്റ് ചെയ്യാതെ വയ്യ. ഒന്ന്, ക്രീമി ലെയർ എന്നത് പട്ടിക വിഭാഗത്തിന് കൂടി ബാധകമാക്കുന്നതിലൂടെ കഴിഞ്ഞ ഒരു 75 വർഷത്തിനിടയ്ക്ക് സംവരണത്തിലൂടെ ഉയർന്നു വന്ന ഒരു വിഭാഗത്തെ പരിപൂർണമായും ദുർബലപ്പെടുത്തുന്ന ഒരു സമീപനമാണ് ഉണ്ടാകാൻ പോകുന്നത്. ഇന്ത്യക്കകത്ത് ഇപ്പോഴും നൂറുകണക്കിന് ദളിതർ നിരന്തരം കൊല്ലപ്പെടുകയും ആക്രമിക്കപ്പെടുകയും ചെയ്യുന്ന സാഹചര്യത്തിൽ, അത് പണമുള്ളവനും ഇല്ലാത്തവനുമൊക്കെ, ഗുജറാത്തിലൊക്കെ സ്വന്തം കല്യാണത്തിൻ്റെ തലേ ദിവസം ഒരു കുതിരയെ വാടകയ്ക്കെടുക്കാൻ ശേഷിയുള്ള ഒരാൾ കുതിരയെ വാടകയ്ക്കെടുത്ത് അതിൻ്റെ കുതിരപ്പുറത്ത് കയറി സവാരി നടത്തി എന്ന ഒറ്റ കാരണത്താൽ അതിഭീകരമായി മർദ്ദിക്കപ്പെട്ടൊരു സംഭവം റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട്. പണമല്ല ഇതിൻ്റെ ഒന്നും മാനദണ്ഡം എന്നിരിക്കെ വളരെ വ്യക്തമായും ഇത് സാമ്പത്തിക മാനദണ്ഡം പട്ടിക വിഭാഗ സംവരണത്തിലേക്ക് ഒളിച്ചു കടത്തുന്നൊരു വിധിയാണ് എന്ന് പറയാതെ വയ്യ. ഇതിനകത്ത് എല്ലാ വിഭാഗങ്ങൾക്കും നീതി കിട്ടണമെന്നുള്ള കാര്യത്തിൽ നമുക്കാർക്കും തർക്കിക്കേണ്ടതില്ല. അതിന് ഏറ്റവും ശാസ്ത്രീയമായ മാർഗമാണ് ഗവൺമെൻറ് കണ്ടെത്തേണ്ടത്. അതല്ലാതെ ഇതിനകത്തെ സാമ്പത്തികമായി സുരക്ഷിതമായൊരു വിഭാഗമാണ് ഇതെല്ലാം തകർക്കുന്നത് എന്ന വ്യാജേനയുള്ള ഈ വിധി തീർച്ചയായും ക്വസ്റ്റ്യൻ ചെയ്യപ്പെടേണ്ടതാണ്. ഏതെങ്കിലും വിഭാഗത്തിന്, ഏറ്റവും അവസാനമായി, ഏതെങ്കിലും വിഭാഗത്തിന് മതിയായ പ്രാതിനിധ്യം കിട്ടിയിട്ടില്ലെങ്കിൽ ഒരു സ്പെഷ്യൽ റിക്രൂട്ട്മെൻറ്റ് നടത്തി അതിനകത്ത് അവർക്ക് പ്രയോറിറ്റി കൊടുത്ത് അവരുടെ പ്രാതിനിധ്യം ഉറപ്പിക്കാൻ കഴിയുമായിരിക്കെ എന്തിനാണ് ഈ സബ് കാറ്റഗറൈസേഷൻ നടത്തിക്കൊണ്ട് പട്ടിക വിഭാഗത്തിനിടയിൽ വലിയ ഒരു വിഭജനം വീണ്ടും സൃഷ്ടിക്കാൻ ഗവൺമെൻറ്റിനെ നിർബന്ധിക്കുന്നൊരു വിധിയാണിത്. ഇന്ത്യൻ നിയമമനുസരിച്ച് പ്രസിഡൻറ്റിന് മാത്രമേ പട്ടികജാതി ലിസ്റ്റിൽ ഉൾപ്പെടുത്തുവാനും ഒരു ജാതി ഉൾപ്പെടുത്തുവാനും അതിലുൾപ്പെട്ടൊരു ജാതിയെ റിമൂവ് ചെയ്യുവാനും അവകാശമുള്ളത് എന്ന നിയമം നിലനിൽക്കെ സ്റ്റേറ്റ് ഗവൺമെൻറ് ഇത് ചെയ്യണമെന്ന് പറയുന്നതിലും
ഒരു വൈരുദ്ധ്യമുണ്ട് എന്ന് നമ്മൾ കാണണം. ഇത് നീതിയുടെ വിതരണത്തിന് വേണ്ടിയല്ല. ഇന്ത്യയിൽ വളരെ ശക്തമായിരിക്കുന്ന സാമ്പത്തിക സംവരണവാദികളുടെ ഒരു ഇടിമുഴക്കമാണ് യഥാർത്ഥത്തിൽ ഈ വിധിയിലൂടെ പുറത്തു വന്നിരിക്കുന്നത് എന്ന് തന്നെയാണ് വിലയിരുത്തേണ്ടത്. സൂക്ഷ്മമായി പഠിച്ച് മനസ്സിലാക്കി അതിനെതിരായിട്ടുള്ള അത് കൂടുതൽ ശാസ്ത്രീയമായി നടപ്പിലാക്കാനുള്ള നിർദ്ദേശങ്ങൾ നമ്മൾ മുന്നോട്ട് വയ്ക്കേണ്ടതുണ്ട്.